പറയുന്നത് ഇപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് തീരുമാനിച്ചൊരു പ്ലാനാണ് ഒരു ജസ്റ്റ് ഒരു ബിരിയാണി വെക്കാൻ. അതും ചെമ്മീനോട് ചെമ്മീൻ കിട്ടി അപ്പം ജസ്റ്റ് ഇത് പുഴുങ്ങിയെടുക്കല്ലേ. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അടിപൊളി ബിരിയാണി ആട്ടോ നല്ല ചെമ്മീൻ ബിരിയാണി ആയിട്ടുണ്ട്. ഹലോ ഗൈസ്, ടേസ്റ്റി ട്രാവലിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അജു ഇതല്ലേ എടാ വാ ചാമ്പക്ക പറിച്ച് നിന്നുള്ള തിരക്കില്ല. നമ്മൾ അജു ഇവിടെ ജസ്റ്റ് നമ്മുടെ ഒരു അജുവിൻ്റെ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് എടുക്കാൻ വേണ്ടി അജു വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളെ ജസീൽ ഇവിടെ ഉണ്ട്, കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അതേപോലെ ഒരാൾ മേളിലിരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്ന് ക്വാറന്റൈനിൽ കഴിഞ്ഞിട്ട് ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെന്ത് ചെയ്യുക, ജസ്റ്റ് പെട്ടെന്നുള്ളൊരു പ്ലാന് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് തീരുമാനിച്ചൊരു പ്ലാനാണ് ഒരു ജസ്റ്റ് ഒരു ബിരിയാണി വെക്കാൻ. അതും ചെമ്മീനോട് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ചെമ്മീൻ ബിരിയാണി അപ്പോൾ ചെമ്മീൻ കൊണ്ട് ബിരിയാണി വെച്ചിട്ട് നമുക്കൊക്കെ കഴിച്ചിട്ട് പോകാലോ. ഇത് വലിഞ്ഞു കയറി വന്നതാണ്. ഇപ്പൊ വലിഞ്ഞു കയറി വന്നോളാണ്. കിട്ടിയില്ലേ ഇത് വലിഞ്ഞു കയറി വന്നോണ്ടാണ് അറിയാഞ്ഞത്, പെട്ടെന്ന് കയറിയത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫാസ്റ്റായിട്ട്, വലിയ ഇതൊന്നുമില്ല, ഫാസ്റ്റായിട്ട് ചെമ്മീൻ നമ്മൾ ബിരിയാണി വെച്ച് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. കൂടുതൽ ആളൊന്നുമില്ല, അതായത് നമുക്ക് പ്രോട്ടോക്കോളിന് പ്രോഷൻ, അതായത് കോവിഡ് ആണെന്ന് പറഞ്ഞാലും പിന്നെ നമ്മളൊക്കെ ഒരു കുടുംബമാണ് ഒന്ന്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത്ര ആളുള്ളൂ, കൂടുതലൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇട്ടാക്കുന്നത് ജസ്റ്റ് കഴിച്ചിട്ട് പോലെ. അപ്പോൾ നമുക്കത് കാണാം. ഇന്നത്തെ വീഡിയോ അതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യടേ നിങ്ങളെല്ലാവരും. കാരണം വീഡിയോസൊക്കെ ഈ ലോക്ക്ഡൗൺ ആയിട്ട് നിങ്ങളൊക്കെ കാണാതെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ നമ്മളൊക്കെ രക്ഷപ്പെടുത്താനുള്ള കഴിവ് നിങ്ങൾക്കാണ്. നിങ്ങൾ രക്ഷപ്പെടുത്ത് പ്ലീസ്. കരയാൻ പറ്റില്ല, കുറേ ആൾ കരഞ്ഞു തരാം, നമുക്ക് കരയാൻ അറിയില്ല. പിന്നെ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഭാവിയിലേക്ക് മുന്നോട്ടും എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കും. ഉള്ളി ഇടുകയാണ്. ഉള്ളി 2 പ്രാവശ്യം നമ്മളിടും ഉണ്ടല്ലേ. ഇത് ഈ ചെമ്മീൻ ബിരിയാണിയുടെ സ്റ്റൈല് വേറെ തന്നെ ആണല്ലേ. അപ്പോൾ ഉള്ളി ഇത് കുറച്ച് ഉള്ളി ആദ്യം ഇടുന്നുണ്ട്, രണ്ടാമത് നമ്മൾ ഉള്ളി ഇടും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ കറണ്ട് ഇല്ല, കറണ്ട് ഇവിടെ ഈ ഒരു പ്രോബ്ലം ആയ പവർ കട്ട് എന്താണ് ഇവിടെ ലൈനിൻ്റെ വർക്ക് കിടക്കുന്നത്, കുറച്ച് കറണ്ടിൻ്റെ പ്രശ്നമുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ക്യാരറ്റ് 2 വിധത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒന്നിങ്ങനെ സ്ലൈസ് ആയിട്ട് ചോറിലേക്ക് ആയിരിക്കും അല്ലേ, ഒന്ന് മസാലയ്ക്കും ഒന്ന് ചോറിലേക്കും. പിന്നെ അതുപോലെ ഇതിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ഇത്തിരി മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അത് ചതച്ച ലെവലിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. ഇനി ഈ പറഞ്ഞ കറണ്ടിൻ്റെ ഒരു ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. നമുക്ക് ബാക്കി ഇതാ ഇവിടെ കിച്ചണിൽ പണി നടന്നുകൊണ്ടിരിക്കണം. നമ്മളുണ്ട് ഈ ഉള്ളി ഏകദേശം ഒരു ഫ്രൈ പരുവത്തിലായിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ചതച്ച് വെച്ച നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് അതിലോട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മസാല ഏകദേശം അല്ല, അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ആ ഉള്ളിലേക്ക് ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. നമ്മൾ 2.5 കിലോ ചെമ്മീനാണ് വെക്കുന്നത്. 2.5 കിലോ ചെമ്മീൻ ഉള്ള മസാല എന്ന് പറയുമ്പോൾ തക്കാളിയൊക്കെ ഒരു 650 ഗ്രാം തക്കാളി എങ്കിലും വേണം. 2.5 കിലോ ചെമ്മീന് 600-650 ഗ്രാം തക്കാളി വേണം. പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതിന് ആൾക്കാർ വേണം ടേസ്റ്റിനനുസരിച്ച്. നമ്മൾ എടുക്കുന്ന കിലോക്ക് അനുസരിച്ചുള്ള തൂക്കത്തിനനുസരിച്ച് നോക്കിയെടുത്താണല്ലേ. അപ്പോൾ നമ്മുടെ തക്കാളി സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ക്യാരറ്റാണ് ചേർത്തത്. നമ്മൾ ചെമ്മീൻ ഇവിടെ എല്ലാം റെഡിയാക്കി കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇതിലോട്ട് ആഡ് ചെയ്യാൻ. മസാല ആകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പം അരി പുഴുങ്ങിയെടുക്കാനുള്ള വെള്ളം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ബിരിയാണി, കാരണം എല്ലാവരും കണ്ട് ജസ്റ്റ് ഒരു ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള ലെവലിൽ ഒരു വെറൈറ്റി ആയിട്ട് ചെമ്മീൻ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ്. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സെറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലെവലിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാണുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് അടിക്കുക. അതുപോലെ ഇതേപോലെ എല്ലാം ഏറ്റവും ഇതൊട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ചെമ്മീൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ മല്ലിച്ചപ്പ് നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ ഇത് ചെയ്യാനല്ല, ഉള്ളി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്.
നമ്മൾ ഇതാണ് ശരിക്കും മസാല. നമ്മൾ ഈ പൊടികളൊന്നും ചേർക്കുന്നില്ല അല്ലേ, ഒരു പൊടിയും ചേർക്കുന്നില്ല. ഇനി പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മീൻ മസാലയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞങ്ങൾ ഇങ്ങനെ പച്ച മസാലയൊക്കെയാണ് വെക്കുന്നത് അല്ലേ. അപ്പോൾ ചമ്മയിൽ നമ്മളൊക്കെ സെറ്റാക്കി റെഡിയാക്കി കഴുകി വൃത്തിയാക്കി ഇത് വെച്ചത്. നമ്മൾ ചെമ്മീൻ ചേർക്കാൻ പോവാണ്. നല്ല വെള്ളം ഒഴിക്കുമോ? ഇങ്ങനെ വേവിക്കല്ലേ, ചെറിയ വെള്ളം അല്ലേ? ഈ വെള്ളത്തിൽ വേവിച്ചെടുക്കല്ലേ. അപ്പോൾ നമ്മളൊരു ചോറിൻ്റെ പരിപാടിയാണ്. മസാല അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രാമ്പു ഇട്ട്, അപ്പം നമ്മൾ ഗ്രാമ്പു, പട്ട, ഏലം ഈ 3 ഐറ്റം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട്, ഇനി നമ്മൾ വെള്ളം കുറച്ച് വെള്ളമല്ല കുറച്ച് ഉപ്പും കൂടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് അതിനുശേഷം വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ പരിയിടും. നമ്മൾ അരി ആദ്യമേ വെള്ളത്തിലിട്ട് വെച്ചാണ്, ഏകദേശം അരമണിക്കൂർ അല്ലേ, അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച അരിയാണ്. അത് ചെറിയ അരി, ബസുമതി അല്ല, ചെറിയ അരിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ദമ്മിടുന്നത് ഈ ഒരു പാത്രത്തിലാണ്, അതായത് ചോറ് കഴിച്ച അതേ പാത്രത്തിലാണ് ദമ്മിടുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ്, അതായത് 6 kg നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് മസാല. ഇതിൻ്റെ മുകളിലാണ് ദമ്മിടുന്നത്. ചോറ് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ചോറിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ദമ്മിടുകയാണ്. നമ്മൾ നിറഞ്ഞു ചെയ്തല്ലേ. നമ്മളെ കനലിൽ ദമ്മിടും അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ആയി അല്ലേ, എല്ലാം റെഡിയല്ലേ. ഇനി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ദമ്മിടുന്നുള്ളൂ. ദമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിഞ്ഞ് പൊട്ടിക്കാം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയാണ് സിമ്പിളായിട്ട് പരിപാടിയാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ചിക്കനല്ല ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി ദമ്മിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ദമ്മ് പൊട്ടിക്കുമ്പോഴുള്ള കാഴ്ചയും കൂടി ഞാൻ കാണിച്ചു. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇത് അവിടെ സെറ്റായിട്ടുണ്ട് അല്ലേ. ദമ്മൊക്കെ പൊട്ടിച്ച് ഇനി നമുക്കിങ്ങനെ സെർവ് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ആയിട്ടുണ്ട്. ഇനി സെറ്റാക്കിയ റെഡിയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ ഒരു അല്ലേ സെർവ് എത്രയല്ലേ വേണ്ടുള്ളൂ. നമ്മൾ താഴെയാണ് അതിൻ്റെ ചെമ്മീനും മസാലയൊക്കെ ഉള്ള, എല്ലാവർക്കും അറിയാം. മുകളിൽ ഇത് റൈസ് തൊട്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ഇനി ബാക്കി പ്രത്യേകിച്ചൊന്നുമില്ലേ, കഴിഞ്ഞു. ഇതാണ് കഴിഞ്ഞു, ഇത്രയാണുള്ളത്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ആയി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ബിരിയാണിയാണ് ചെമ്മീൻ. ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം, ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ പൊട്ടിച്ച് മാറ്റുകയാണ് ഇതിലോട്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടല്ലേ, മസാല ഇതാ ഇവിടെ നല്ല ചെമ്മീൻ നല്ല അടിപൊളി ആവി ഇങ്ങനെ പറക്കുന്ന നല്ല ചെമ്മീൻ ബിരിയാണി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ഇവിടെ ഉള്ള ഒരാൾ ഭയങ്കരമായിട്ട് പോളിങ് തുടങ്ങി ഞാൻ വന്നപ്പോൾ. സമയമില്ല, അങ്ങനെയുണ്ട് സാധനം ഉണ്ട്, ഒരു രക്ഷയില്ല, പൊളിയാ. എന്നാ പിന്നെ ഞാനും കൂടി കഴിച്ചു നോക്കട്ടെ. കറണ്ട് ഇല്ല, അതുകൊണ്ടാണ് ഈ ഒരു ലെവലിരിക്കുന്നത്. എൻ്റെ മുഖമൊക്കെ കാണുന്നില്ലേ. അപ്പോൾ നല്ല അടിപൊളിയല്ല, സൂപ്പർ ചെമ്മീനൊക്കെ ഉണ്ടല്ല, ചെമ്മീനൊക്കെ നല്ല സൂപ്പർ ചെമ്മീൻ, നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. ചെമ്മീൻ ബിരിയാണി നമ്മൾ ഹോട്ടലിലൊക്കെ ഞാൻ കഴിക്കൽ അപൂർവമാണ്. കാരണം ചെമ്മീൻ ബിരിയാണിയൊക്കെ അല്ലേ അപൂർവം കിട്ടാൻ അല്ലേ, എല്ലാവരില്ല. ഇതേപോലുള്ള വെറൈറ്റി ഫുഡുകൾ എന്തായാലും നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം. നല്ല രസമാണ്. കാരണം ബിരിയാണി ഇപ്പം എല്ലാവരും മിക്ക ആളുകളും ചിലപ്പം പറയുന്നത് ബിരിയാണി രസം ഉണ്ടായിട്ടല്ലേ, രസം ഉണ്ടായിട്ട് തന്നെയാണ് രസം ഉണ്ടെന്ന് പറയുന്നത്. നാച്ചുറൽ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ നാച്ചുറലാണ്. അപ്പം കറണ്ടിൻ്റെ പ്രശ്നമുണ്ട്, ലൈറ്റ് ഇല്ല. അപ്പം ഞാൻ കഴിക്കട്ടെ, കഴിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, ചോദിച്ചു നോക്കാം, അഭിപ്രായം ചോദിച്ചു നോക്കാം. എന്താണ് അഭിപ്രായം? സൂപ്പറാ, അടിപൊളി ചെമ്മീൻ. നീ ഇതെപ്പോഴും പറയുന്നുണ്ട് അടിപൊളിയായിട്ട് തന്നെ പറയുന്നത്, അല്ലെങ്കിൽ പ്ലേറ്റ് എന്താ തെളിവ്. അപ്പൊ മനസ്സിലായി. അപ്പൊ ഓക്കെ, അപ്പൊ ശരി.
പിന്നെ നമ്മുടെ ഈ പ്രത്യേകിച്ച് വീഡിയോ ചാനൽ കാണുന്നവരുണ്ടാവും. ഇപ്പൊ കുക്കിങ്ങിന്റെ വീഡിയോസ് മാത്രമാണ് വരുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് പുറത്തേക്ക് നമുക്ക് ഇറങ്ങാനുള്ള ഒരുപാട് അറിയാലോ നിങ്ങൾക്ക്, കോവിഡാണ്, ലോക്ക്ഡൌൺ ആണ്, പുറത്തൊന്നും ഇറങ്ങാനോ പോകാനോ ഒന്നും പറ്റില്ല. അപ്പം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇങ്ങനത്തെ നല്ല ഫുഡുകളും കാഴ്ചകളും നിങ്ങൾക്ക് എത്തിക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതൊക്കെ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, പരമാവധി വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. കാരണം വീഡിയോ വീട്ടിലിരിക്കുന്നവർക്ക് ഇതേപോലെ ഫുഡുകളൊക്കെ ഇടയ്ക്ക് വെച്ച് നോക്കുക. പിള്ളേർക്ക്, കുട്ടികൾക്കൊക്കെ ഇതേപോലെ നല്ല ഫുഡുകളൊക്കെ, പുറത്തോട്ട് പോകാനൊന്നും പറ്റില്ലാത്തൊരവസ്ഥ കൊണ്ടാണ്. അപ്പൊ ട്രാവൽ വീഡിയോ വരും. ഇതുപോലെ ഈ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ട്രാവൽ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലോക്ക്ഡൌണിൽ മാത്രമാണ് ഇങ്ങനത്തെ വീഡിയോ വരിക. നല്ല ഇതേപോലെ നല്ല ഒരു വിഷവും കാര്യങ്ങളും ഇല്ലാതെ, അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ടൊരു നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്ന അതായത് ഫുഡാണ്. നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയില്ല, നമ്മളിത് കഴിച്ച് നമ്മൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതേപോലെ വീഡിയോസ് ഇനിയും ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്താണെങ്കിലും ഇതേപോലെ ട്രാവൽ വീഡിയോ പതിയെ വരും. അപ്പോൾ നമുക്ക് നല്ല കാഴ്ചകളായിട്ട് ഇനി വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഫുഡ് എല്ലാവരും കഴിച്ച് കൂടെ കുറച്ച് കൂട്ടുകാരും കൂടെ ഉണ്ട്. കാരണം ഇവിടെ നിന്ന് എല്ലാവരും ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഈ കോവിഡിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അവർക്ക് പാർസലാക്കി കൊടുക്കുകയാണ് നമ്മൾ ഫുഡ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കും ഇതുപോലെ ഫുഡ് കഴിക്കാൻ താല്പര്യമുണ്ട്, ഉണ്ടാക്കാനൊക്കെ മടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള ഏത് വിഭവമാണെങ്കിലും ഫുഡാണെങ്കിലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ എത്തിച്ചു തരുന്നതാണ്. അതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് വിളിക്കുമ്പോൾ നമ്മൾ മജീദൊക്കെ പറയും എങ്ങനെയൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഇതുപോലെ വേറെ കാര്യം കഴിഞ്ഞാൽ, ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയയിൽ മാത്രം ഉണ്ടാവും. ഓവർ ലോങ് എന്ന് ട്രിവാൻഡ്രത്ത് വിളിച്ചിട്ട് ഓർഡർ തന്നേക്കുന്നത് നമ്മുടെ ഈ കണ്ണൂർ, അതായത് വള്ളിത്തോട് ഏരിയയിൽ, അങ്ങനെ ഈ ഒരു ചുറ്റളവ് ഏകദേശം 10 കിലോമീറ്റർ അല്ലേ, ഏകദേശം 10-15 കിലോമീറ്റർ ചുറ്റളവിലേക്കാണ് ഞങ്ങൾ എത്തിച്ചു തരാൻ തയ്യാറാണ്. കാരണം പോലീസിന്റെ ഒക്കെ വിഷയമുണ്ട്. അങ്ങനെ ആ ഒരു ചുറ്റുള്ള ഏരിയയിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതാണോ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കി ഹോം ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതേപോലെ നല്ല കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ ബൈ.